പുറമെ അവർ ആക്ച്വലി എന്താണെന്നല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ ഉടുത്തൊരുങ്ങി വരുമ്പോൾ നല്ല കുട്ടപ്പന്മാരും സായിപ്പന്മാരുമാണ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വരുമ്പോൾ ഇവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവർ മുൻകാലങ്ങളിൽ അത്യാവശ്യം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീനിവാസൻ സാറായാലും കലാഭമണി സാറാണെങ്കിലും ഇവരെ ആ ഒരു രീതിയിലല്ല അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവർ മുൻകാലങ്ങളിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റുള്ള ആളുകളൊക്കെ ഒന്നുകിൽ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ, യവ 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 ഇവരെ മാത്രമേ ഇവർ നായകനായിട്ട് അംഗീകരിക്കുള്ളൂ. അങ്ങനെ കോംപ്ലക്സ് ഉണ്ട് സാർ. എനിക്ക് കോംപ്ലക്സ് ഇല്ല, ഞാൻ മലയാളികളെ കുറിച്ച് സാർ. അല്ലെങ്കിൽ സാറ് പറയണം, കാണാൻ ഒരു കുറ്റിച്ചൂര് പോലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വരെ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടോ? സാർ ഉത്തരം പറയും. അങ്ങനെ അപ്പൊ അതിനൊരു തീരുമാനമായി. വരുമ്പോൾ നല്ല കുട്ടപ്പന്മാരും സായിപ്പന്മാരുമാണ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വരുമ്പോൾ ഇവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവർ മുൻകാലങ്ങളിൽ അത്യാവശ്യം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീനിവാസൻ സാറായാലും ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവാം. അത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി സ്റ്റെപ്പിലെത്തി. സാധാരണ ഒരാളെ നമ്മൾ വിലയിരുത്തുന്ന പോലെ സന്തോഷ് പണ്ഡിറ്റിനെ വിലയിരുത്തുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ റോങ് അടിച്ചു പോകും. ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. വന്നപ്പോ മുതൽ തെക്ക് വടക്ക് കിടന്ന് തല്ലുണ്ടാക്കി സമയം കളയുക. സന്തോഷ് പണ്ഡിറ്റിനെ റിവേഴ്സ് ഓർഡറിൽ വിലയിരുത്തണം. ദാറ്റ് ഈസ് സന്തോഷ് പണ്ഡിറ്റ് 2021 എന്ത്, 2020 എന്ത്, 19 എന്ത്. ഈ വേസ്റ്റ് അതെനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടും. മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാണുന്നിടത്തൊക്കെ വേസ്റ്റ് ഇടാൻ പബ്ലിക് പ്ലേസ് എന്താ നിന്റെ തറവാട് സ്വത്താണോ? ഞാൻ MLA യുടെ മകനാ. തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി വരച്ചാൽ തീപ്പെട്ടി കത്തില്ല. എന്നോട് കളിച്ച തന്നെ തൊപ്പി തെറിപ്പിക്കും. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അധികം മറ്റുള്ള ചില നടന്മാരുടെയൊക്കെ ഫാൻസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ് പറഞ്ഞത്, എടാ ഞാനൊക്കെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കാം, ഒരു പടം ഹിറ്റായില്ലേ. അപ്പോൾ ഉടനെ ഇവരുടെ ഡയലോഗ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കി? അല്ല ഞാൻ പറഞ്ഞു ഇഞ്ചി എന്താ മനസ്സിലാക്കി? അതിനെത്ര സൗണ്ട് ഒരു മെഗാസ്റ്റാർ ചവിട്ടുമ്പോ പാറക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ? പറഞ്ഞ് 100 ആളെ കൊല്ലുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, ഈ നായകനതൊരു പെറ്റി കേസ് കൊല്ല പോയി. അപ്പോൾ ഇവർ പറയുന്നത് അറിയാം, അല്ലാതെ സൂപ്പർ സ്റ്റാറാണ്. ഞാൻ പറഞ്ഞു എന്നിട്ട് അടുത്ത സിനിമയിൽ SI ആയ IPS ആവും, അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഞാൻ ഇതിനൊന്നും തെറ്റ് പറഞ്ഞില്ല, ഞാനിതൊക്കെ കണ്ട് കൈയടിച്ച. പക്ഷേ സാർ ഇതല്ല കല, ഇതല്ല റിയലിസ്റ്റിക്. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് സൂപ്പർ സ്റ്റാർ ആവാൻ ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കണം. खत्म, बाय बाय, टाटा, गुड बाय, गया. TV ചാനലുകാർക്ക് പോലും ഒരു ത്രെട്ടായിട്ട് OTT പ്ലാറ്റ്ഫോം ആണ്. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആക്റ്റീവായിട്ടുള്ള സന്തോഷുണ്ട്. വാട്ട്സ് യുവർ പ്രഡിക്ഷൻ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. എൻ്റെ കൃഷ്ണൻ്റെ സിനിമയുടെ ഡയലോഗുണ്ട്, നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാന്നുള്ള അർത്ഥമില്ല. ഇങ്ങനെയുള്ള അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര പഞ്ച് ഡയലോഗ്